പിള്ളേരെ ചെയ്യിപ്പിക്കാവോ? കാരണം 4 വയസ്സല്ലേ ആയുള്ളൂ മോന്. കൊച്ചിയിൽ പോയിട്ട് കുഞ്ഞിന്റെ പ്രായത്തിലുള്ള ആരെങ്കിലും കണ്ടായിരുന്നോ? അതിലൊരു 6-7 പേരുണ്ടായിരുന്നു. ഇദ്ദേഹമായിരുന്നു ഏറ്റവും കുഞ്ഞാള്. ഇവിടെ നമ്മള് അത്ലറ്റ്സിനെ കോമ്പറ്റീഷന് ഇറക്കുന്ന അത് കണ്ടപ്പോ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് ഇറങ്ങണം എന്നെ എന്താ കൊണ്ടുപോകാൻ എന്നൊക്കെ ചോദിച്ചു. ആളിന് ഭയങ്കര ക്രൈസ് അതിനോട്. ആരെങ്കിലും ഒക്കെ ചെയ്യാതെ നമ്മളോട് വന്ന് പറയും, അവര് ചെയ്യുന്നില്ല, അവരെ ചെയ്യിപ്പിക്കുന്നില്ല, വഴക്ക് പറയും. അപ്പൊ മോൻ ആദ്യം ചെയ്തത് NPF-ന്റെ ആയിരുന്നു കേരളത്തില്. പിന്നെ IPCയുടെ ഒരു നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിന്റെ കോമ്പറ്റീഷൻ വരുന്നുള്ളൂ. അതില് മോൻ ബോഡി ഷോ ചെയ്യാൻ വേണ്ടി പ്രിപ്പറേഷനിലാണ്. അടുത്ത മാസമാണ്. കുഞ്ഞിനെ തൊട്ടേ നമ്മുടെ വീട്ടിലാണെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ അതിലെല്ലാം വന്ന് പിടിക്കാൻ പരിപാടിയൊക്കെ. കേരളത്തിലെ ആദ്യത്തെ പ്രായം കുറഞ്ഞ നാച്ചുറൽ ബോഡി ബിൽഡറാണ് ഈ നിൽക്കുന്ന ആദ്യത്തെ അല്ലേ? ഹായ്. ആള് ഭയങ്കര ട്രെയിനിങ്ങിൽ ഭയങ്കര കോൺസെൻട്രേഷനാ. ഹലോ. ഇല്ല എന്നെ നോക്കുന്നില്ല, മുഖം ചെരിച്ചുകൊണ്ട് പോവാ. നമുക്കിത് നിർത്തിയാലേ നമുക്ക് കുറച്ച് സംസാരിക്കായിരുന്നു. നിർത്താമോ? നിർത്തണ്ടേ? നിർത്തണം. യെസ്. കാരണം ആള് ചാർജായി വരുന്നുള്ളൂ. ഈ ട്രെഡ്മില്ലേന്നൊക്കെ ഞങ്ങൾ ചാർജായി വരുന്നുള്ളൂ. ആളുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. അവര് അതിലും വലിയ ആൾക്കാരാണ്. ഈ ജിമ്മ് അവരുടെയാണ്. ആൾക്ക് ഒരുപാട് റെക്കോർഡ്സുകളുള്ള ആളാണ്. ഇപ്പൊ ഭാര്യയാണെങ്കിലും ലേഡീസിനെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പോഴാണ് അവരുടെ സ്വന്തം എന്താ പറയാ, നോക്കിക്കേ, അവരുടെ സ്വന്തം വല്ലരീനെ എടുത്തിട്ട് ഇപ്പൊ നാച്ചുറൽ ബോഡി ബിൽഡിംഗിൽ ഏറ്റവും പ്രായം 4 വയസ്സുകാരൻ അല്ലേ? 4 വയസ്സുകാരൻ. നിർത്താവോ? അതില് കണ്ട ഇതിലൊക്കെ വാ. ടയർഡായോ? ടയർഡായോ? വാ, ഇവിടെ നിൽക്കുന്ന നമ്മള്. ഇവിടെ ആ പോസ് ഒന്ന് കാണിച്ചേ എന്നെ. ചിരിക്കി, എന്നാലും ചിരിക്കാണ്ടല്ലേ സ്റ്റേജിൽ കാണിച്ചേ. അങ്ങോട്ട് ഒന്ന് കാണിക്കാം. അവിടെ ക്യാമറ. കാണീര്. പിന്നെ ഏതൊക്കെയാ കാണിച്ചേ? അടുത്തത് കാണീര്. അടുത്ത പോസ്. ഇനി സൈഡ് ചെസ്റ്റ്. ആൾക്ക് എന്നെയൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഭയങ്കര ചമ്മലല്ലേ? ചമ്മലൊന്നും ഇല്ല കുഞ്ഞ്, 2 മിനിറ്റിന്റെ കാര്യമില്ലേ? എന്നെ പരിചയമില്ലാത്തോണ്ടാണോ? മതി അത്രയും മതി. പോസിങ് അത്രയും മതി. എന്നെ പരിചയമില്ലാത്തോണ്ടാണോ? സൈക്കിളോ? സൈക്കിൾ ചെയ്യാൻ പോണോ? കുഞ്ഞിതെല്ലാം ചെയ്യുന്നതാണ്. പിന്നെ വാ ചച്ചി കേട്ടാ. ഇത് എത്തത്തും കൂടെ ഇല്ലല്ലോ കുഞ്ഞാ. എന്നാലും ട്രൈ ചെയ്യുമല്ലോ. കുഞ്ഞിന് പറ്റാത്ത എല്ലാ കാര്യങ്ങളും കുഞ്ഞ് കൈവെക്കും. പതുക്കെ വലിയ സ്പീഡ് വേണ്ട. അതന്നെ. ഈ ജിമ്മിൽ വന്നിട്ട് എല്ലാ എക്യുപ്മെന്റ്സിലും പുള്ളി ചെയ്യുമോ? രാവിലെ വരുമോ? പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് വരും. ഓക്കെ. ഇതൊക്കെ പിള്ളേരെ ചെയ്യിപ്പിക്കാവോ? കാരണം 4 വയസ്സല്ലേ ആയുള്ളൂ മോന്. ചെറിയ രീതിയിലെ വർക്കൗട്ടുകളൊക്കെ ചെയ്യിപ്പിക്കാം. ഇത് ലൈറ്റ് വെയിറ്റ് ആയി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹെവി വെയിറ്റുകളൊന്നും ഇല്ല. വെയിറ്റ് മിക്സ് ചെയ്യാണ്ട്. ഓക്കെ. ഇതൊരു സ്ട്രെച്ചിങ് പോലെ ചെറിയൊരു എക്സസൈസ് ആയിട്ടേ കൂട്ടത്തുള്ളൂ. ഇതിന് വലിയ ഇന്റൻസിറ്റി ഒന്നും ഇവർക്ക് കൊടുക്കില്ല. എത്രാം വയസ്സിൽ ഇവിടെ വന്നു തുടങ്ങിയത്? ഇവിടെ ഇപ്പൊ നമ്മള് ജിം ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ ഒരു 2 വർഷം ആകാൻ പോകുന്നു. 2023 ന്യൂ ഇയറിലായിരുന്നു ഓപ്പൺ ചെയ്തത്. അന്നോട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കുഞ്ഞ് എവിടെയാ മത്സരിക്കാൻ പോയത്? കോമ്പറ്റീഷൻ എവിടെയാ പോയത്? കൊച്ചിയിൽ പോയിട്ട് കുഞ്ഞിന്റെ പ്രായത്തിലുള്ള ആരെങ്കിലും കണ്ടായിരുന്നോ? കൂട്ടുകാരുണ്ടായിരുന്നോ? അവരൊക്കെ എന്നാ ചെയ്തേ? അവര് കോമ്പറ്റീഷൻ ചെയ്തോ? കോമ്പറ്റീഷൻ ചെയ്ത്. എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. വേണമെങ്കിൽ ഞാൻ 10 പുഷപ്പോ 2 ജമ്പിങ് ജാക്സോ അല്ലെ മറ്റേ തവള ചാടുന്ന പോലെയൊക്കെ കുഞ്ഞ് ചെയ്യത്തില്ലേ? അല്ലേ? അതൊക്കെ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ എനിക്ക് കൊണ്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അല്ലേ? അപ്പൊ ഞാൻ അപ്പയുടെ അമ്മയോട് സംസാരിക്കട്ടെ. ചേട്ടാ, ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ കേരളത്തില് ഉണ്ടെന്ന് ഇപ്പൊ അധികം ഞാൻ ഈ വാർത്ത കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ ഈ കോമ്പറ്റീഷനിൽ എത്ര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ്? അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ചെയ്തിരിക്കുന്ന കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാല് കേരളത്തില് ഇതുവരെ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ എല്ലാം ഉണ്ട്. പക്ഷെ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈവന്റ് നമ്മൾ നടത്തിയത്. അപ്പം അതില് നമ്മളൊരു ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം. അതെ, നാച്ചുറൽ എന്ന് വെച്ചാൽ അതിനകത്തില് സ്റ്റെറോയിഡ്സുകളൊന്നും യൂസ് ചെയ്യാതെ ഉള്ള ബോഡി ബിൽഡേഴ്സ് ആണ് അതിൽ വരുന്നത്. മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഈവന്റിൽ അവർ കിഡ്സിനും പിന്നെ വുമൺസിനും ഒക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കിഡ്സിന്റെ വരുന്ന വെച്ചാൽ ബോഡി ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് മോൻ പോയത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ബോഡി ഷോയ്ക്ക് വേണ്ടിയിട്ട് അത്ലറ്റ്സ് ഇല്ലായിരുന്നു കിഡ്സിൽ. അപ്പം അവിടെ ഫങ്ഷണൽ ട്രെയിനിങ് ആയിരുന്നു അവർ കണ്ടക്ട് ചെയ്തത്. ഫങ്ഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കിഡ്സിനായതുകൊണ്ട് ഫ്രോഗ് ജമ്പ്, പിന്നെ ചെറിയ ജമ്പിങ് ജാക്സ്, അങ്ങനെ കുറച്ച് ഫങ്ഷണൽ ട്രെയിനിങ് ആയിട്ടുള്ള
കുറച്ച് എൻട്രൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു കൂടുതലുള്ള. അതില് മോനായിരുന്നു ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു 4 വയസ്സുകാരൻ എന്ന് പറയാൻ. ബാക്കി എല്ലാവരും ഒരു 10 വയസ്സ് അങ്ങനെയുള്ള കുട്ടികളുണ്ടായിരുന്നു. മാക്സിമം അവിടെ ഒരു 10 to 12 വയസ്സ് വരെ ആയിരുന്നു ഏജ് ലിമിറ്റ്. അതിലൊരു 6-7 പേരുണ്ടായിരുന്നു. അത് ഇദ്ദേഹമായിരുന്നു ഏറ്റവും കുഞ്ഞാള്. ആള് അപ്പൊ തന്നെ ചാടി ഓടി നടന്നും ജഡ്ജസിനെ അങ്ങ് പേടിപ്പിച്ചു അല്ലേ? കപ്പ് അടിച്ചോണ്ട് പോകുന്നു. പപ്പയ്ക്കും മമ്മിക്കും കപ്പ് കിട്ടിയോ നേരപ്പോ? കിട്ടിയായിരുന്നോ? നിങ്ങളെ മത്സരിച്ചിട്ടോ? ഇല്ല, ഞങ്ങള് രണ്ടുപേരും മകനെ കൊണ്ട് പോയതാ മെയിനായിട്ട്. മോൻ കുറച്ച് നാളുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നമ്മള് അത്ലറ്റ്സിനെ കോമ്പറ്റീഷന് ഇറക്കുന്ന. അപ്പൊ അത് കണ്ടപ്പോ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ഇറങ്ങണം എന്നെ എന്താ കൊണ്ടുപോകാൻ എന്നൊക്കെ ചോദിച്ചിട്ട്. ആളിന് ഭയങ്കര ക്രൈസ് അതിനോട്. നേരെ ജുനിയർ, വേറെ പരിപാടിയൊന്നും ഇല്ല. എത്ര പേരെ വേണേലും ഇവിടെ ഇരുന്നോളും. നമ്മള് പരമാവധി ഒരു 7 മണിയാകുമ്പോ കൊണ്ടുപോകും. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഒരു മറ്റേ സംസാരിക്കാനുള്ള കഴിവായിട്ടില്ല. ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നവർക്ക് ഇൻസ്ട്രക്ഷൻ അതുകൊണ്ട് ചെറിയ രീതിയിലെല്ലാം അതും ചെയ്യുന്നുണ്ട്. പുഷപ്പ് എടുക്കുവോ? എന്നെ പുഷപ്പ് പഠിപ്പിക്കാവോ? ഒന്ന് കാണിച്ചു തരാവോ? 1 2 3 താട്ടെ 4 5 വെരി ഗുഡ് 6 വെള്ളം തരാം. എക്സസൈസ് ചെയ്ത വെള്ളം കുടിക്കും. ആണല്ലേ? ആ വെള്ളം എടുത്തോണ്ട് വാ. ആരെങ്കിലും ഒക്കെ ചെയ്യാതെ മടിച്ചൊക്കെ നമ്മളോട് ഒന്ന് പറയും. അവര് ചെയ്യുന്നില്ല, അവരെ ചെയ്യിപ്പിക്കുന്നില്ല, വഴക്ക് പറയും. ചെയ്യണം അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞാല് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെയാണ്. ആശാൻ വരുന്നുണ്ട്, വെള്ളമൊക്കെ കുടിച്ചിട്ട് ആശാൻ വരുന്നുണ്ട്. വൈകിട്ടൊക്കെ ആൾക്കാരുടെ മുമ്പ് ഇങ്ങനൊന്നും അല്ല. ആണാണ്. ഓ ഇപ്പൊ പുല്ല് ഇങ്ങനെ പതുങ്ങി നിൽക്കുവാണല്ലോ. നിങ്ങളെ അറിയാത്തോണ്ടല്ലോ. കുഞ്ഞിന് ശമ്പളം തരാറുണ്ടോ? ഇവിടെന്ന് ശമ്പളം തരാറുണ്ടോ? എത്ര മാസം ശമ്പളം തരുന്നേ? 4 രൂപയോ? വാ തുറന്ന് പറ കുഞ്ഞ് എന്തേലും. 4 രൂപയോ? ഡെയിലി ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കുഞ്ഞിന്. സ്പെഷ്യൽ ഫുഡ്, ഡയറ്റ് ഫുഡ്, ചിക്കൻ. നിങ്ങള് ഇവിടെ പ്രോട്ടീൻ ഫുഡും എങ്ങനെയാണ്? അതൊക്കെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ട്? അല്ല, നമ്മൾ ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാം കുക്ക്ഡ് ഫുഡ് ഒന്നും ഇവിടുന്ന് സെർവ് ചെയ്യാറില്ല. ഡയറ്റ് ആണോ സെർവ് ചെയ്യുന്നത്? ആ, ഡയറ്റ് സെർവ് ചെയ്യാറുണ്ട് മെയിൻ ആയിട്ട്. മോന് മാക്സിമം കൺട്രോളിങ്ങിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. മോനും ഇനി എന്താണ് ഇവരുടെ ഏജിൽ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ അടുത്തത് മോന്റെ പ്ലാൻ അനുസരിച്ച് ബോഡി ഷോ ചെയ്യാനായിരുന്നു ആഗ്രഹം. അപ്പൊ ഇപ്പൊ നെക്സ്റ്റ് മന്ത് വീണ്ടും ഒരു നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിന്റെ കോമ്പറ്റീഷൻ വരുന്നുണ്ട്, IPCയുടെ. അപ്പൊ മോൻ ആദ്യം ചെയ്തത് NPFന്റെ ആയിരുന്നു കേരളത്തില്. പിന്നെ IPCയുടെ ഒരു നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിന്റെ കോമ്പറ്റീഷൻ വരുന്നുള്ളൂ. അതില് മോൻ ബോഡി ഷോ ചെയ്യാൻ വേണ്ടി പ്രിപ്പറേഷനിലാണ്. അടുത്ത മാസമാണ്. കപ്പടിക്കണം കേട്ടോ. ഞാൻ ട്രോഫി എടുത്തോണ്ടേ വരാവുള്ളൂ. നിങ്ങളെ രണ്ടുപേരെ ഞാനേ മോന്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ രണ്ടുപേരുടെ പേര് പറഞ്ഞില്ല. ഞാൻ മനു മന്ദഹാസ്. സജീഷ മനു. ഇത് ആദിത്യ മന്ദഹാസ്. ഒരാളേ ഉള്ളൂ? ഒറ്റൊരാളേ ഉള്ളൂ. അപ്പൊ ജിമ്മ് തുടങ്ങിയ കാലം മുതൽ കക്ഷി ഇവിടെ തന്നെ ഉണ്ട്, ഓൾറൗണ്ടറാ. കുഞ്ഞിനെ തൊട്ടേ നമ്മുടെ വീട്ടിലാണെങ്കിൽ എക്സർസൈസ് ചെയ്യുമ്പോൾ അതിലെല്ലാം വന്ന് പിടിക്കാൻ പരിപാടിയൊക്കെ. അപ്പൊ അങ്ങനെ അതെല്ലാം താല്പര്യം. മനുവിന്റെ ഡിഗ്രിയില് എന്തോ ഒരു എന്താ ഈ ബോഡി ബിൽഡിംഗുമായിട്ട് എന്തോ നമ്മള് ഇപ്പൊ ഓൺലൈൻ ട്രെയിനിങ് ഫസ്റ്റ് നമ്മളാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ പൊതുവെ കോവിഡിന് ശേഷമാണ് ഇപ്പൊ ഓരോ സെക്ഷനിലും ഓൺലൈൻ ട്രെയിനിങ്ങിനെ പറ്റി വന്നു തുടങ്ങിയത്. നമ്മൾ ഓൺലൈൻ ഈ കോവിഡിന് മുമ്പേ നമ്മളത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 നമ്മളത് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസിനകത്തില് ഇത് കിട്ടിയിട്ടുണ്ട്, PhD കിട്ടിയിട്ടുണ്ട്, ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അതെ, ഫസ്റ്റ് ഓൺലൈൻ ട്രെയിനർ എന്നുള്ള രീതിയിൽ. അതെ. പിന്നെ 2021 മിസ്റ്റർ കേരള നമുക്ക് ബ്രോൺസ് മെഡൽ ഉണ്ടായിരുന്നു 90+ കാറ്റഗറിയിൽ. അപ്പൊ അന്ന് തൊട്ടേ മോൻ ഇതിനോടെല്ലാം ഭയങ്കര ക്രൈസാ. അങ്ങനെ ചെയ്യുന്നതെല്ലാം മോൻ കാണുന്നില്ലേ, അങ്ങനെ ഭയങ്കര ആഗ്രഹമാണ്. ഡംബൽസ് ഒക്കെ ഉണ്ടാക്കി ചെറിയ ചെറിയ ഡംബൽസ് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ആളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആള് ഇതിനകത്തേക്ക് വന്നത്? അതോ ഇവിടെ നിന്നാണോ എടുത്തോണ്ട് പോയത്? ആളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയതും. പിന്നെ അങ്ങനെ ഞാൻ പിന്നെ എന്റെ കൂടെ അങ്ങ് കൂട്ടി. എല്ലാത്തിനും സപ്പോർട്ടാണ്. ലേഡീസിന് ട്രെയിനിങ് കൊടുക്കും. അതെ. നേരത്തെ തൊട്ടേ ഞാൻ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യിപ്പിക്കുമ്പോഴേ എന്റെ ഡയറ്റും ലേഡീസിന്റെ ട്രെയിനിങ് ഒക്കെ കൂടുതലും വൈഫ് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ ജിം ഇട്ടപ്പോ കൂടുതലും നമ്മളിപ്പോ ഇങ്ങോട്ട്. ഈ ഇരിക്കുന്നതൊക്കെയാണ് നിങ്ങളുടെ? അതെ, ഇരിക്കുന്നെല്ലാം അച്ചീവ്മെന്റ്സ്. അല്ല, അത് വലിയ കാര്യങ്ങളാണ്. ഇപ്പം മോനെ കളത്തിൽ ഇറക്കിയിരിക്കുകയാണ്, ഇവർ അംഗത്തട്ടിൽ പുതിയൊരാളെയും കൂടെ ഇറക്കിയിരിക്കുകയാണ്. എങ്ങനെ നോക്കി, അച്ഛയുടെ മെഡലിനെ കഴിഞ്ഞ് വലിയ മെഡൽ മേടിക്കുവോ? മേടിച്ചും. ഇനി എന്താ കുഞ്ഞിന് കാണിക്കാൻ പറ്റുന്നേ? തവളയാട്ടം അവിടെ ഇവിടെ
ആ ആള് ടയർഡായിട്ടോ നമ്മള്. ഞാൻ കുഞ്ഞിനെ വെച്ചിട്ട് ടയർഡായി, വെള്ളം കുടിക്കാൻ പോവായിരിക്കും. മനു എത്ര കാറ്റഗറി? 95 90+. അത് ഞാൻ ചെയ്തത് NPC എന്ന് പറയുന്ന അസോസിയേഷൻ്റെ. അത് മിസ്റ്റർ ഒളിമ്പിയയുടെ വിങ്ങ. അതിവിടെ കേരളത്തിൽ അന്ന് രണ്ടാമത് നടത്തിയ കോമ്പറ്റീഷൻ ആയിരുന്നു. NPC ചെയ്തെങ്കിലേ നമുക്ക് മിസ്റ്റർ ഒളിമ്പിയ ലെവലിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം വേൾഡ് വൈഡ് പോപ്പുലേഷൻ ഉള്ള. ഇങ്ങനെ ഒന്ന് കാണിച്ചു മനു. അപ്പൊ അതൊക്കെ കുറവാ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ മനു ജിമ്മർ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ഈ ബോഡി ബിൽഡർ ആണെന്നൊക്കെ അറിയാമായിരുന്നു? നേരത്തെ വർക്കൗട്ട് ചെയ്യാനൊക്കെ പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ജിമ്മിൽ പോവായിരുന്നു. കല്യാണ ശേഷം പിന്നെ ജിമ്മിൽ ട്രെയിനറായിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ അംഗനവാടി മുതലേ ഒരുമിച്ച് പഠിച്ചതാ. ഞാനതല്ല ആദ്യം ചോദിച്ചത്, സത്യം ഞങ്ങൾ അംഗനവാടി മുതലേ ഒരുമിച്ച് പഠിച്ചവരാ. ആദ്യമേ പറഞ്ഞു ഇത് ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചതില് എന്റെ ചോദ്യം ഞാൻ വിശദീകരിച്ചു. ഇവിടെ ട്രെയിനിങ്ങിന് വന്ന് പഠിച്ചു മാറ്റിയതാണോ എന്നാണ്. അല്ലല്ല, അതിന് മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തു. അംഗനവാടിയിലെ ബുക്ക് ചെയ്തു. അതെ അതെ. കേട്ടോ കുഞ്ഞു, അച്ഛനും അമ്മയൊക്കെ പറയുന്നത്. ആള് എന്താ പറയാ, ബോഡി ബിൽഡർ ആണ് ഇയാള്. കുറച്ച് ബോഡി ഷേപ്പിംഗ് അല്ല കേട്ടോ, മെലിഞ്ഞിരിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചത്. അല്ല, അതാകുമ്പോ രണ്ട് രീതി കാണിക്കാമല്ലോ. വണ്ണം വെക്കേണ്ടവർക്ക് എന്നെ കാണിക്കാം, വണ്ണം കുറയ്ക്കേണ്ടവർക്ക് ഇങ്ങോട്ട് കാണിക്കാം. ഡെമോയാ. നമ്മള് ശരിക്കും എല്ലാം ഉണ്ട്. നമ്മള് കൂടുതലും ഫിറ്റ്നസ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആഗ്രഹമുള്ള പാഷൻ കൂടുതൽ ഇതിലായതുകൊണ്ട് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഒരെണ്ണം ചെയ്തതാണ്. ഒന്നല്ല, ഒരു മിസ്റ്റർ ആലപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2019 ഒരു മിസ്റ്റർ കേരള ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആലപ്പിയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു 80+. പിന്നെ എനിക്ക് കുറച്ച് ഡ്രീമായിരുന്നു പിന്നെ മിസ്റ്റർ കേരള നല്ലൊരു കോമ്പറ്റീഷൻ, അത്യാവശ്യം ഒരു ഇച്ചിരി ഫോമിൽ നല്ലൊരു കണ്ടീഷൻ ചെയ്യാൻ. അങ്ങനെയാണ് NPCയിൽ ചെയ്തത്. അതെല്ലാം വൈഫിന്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ അവിടെ വരെ എത്തിയത്. ഇതുവരെ ഇപ്പൊ ഈ ഒരു ഈവന്റിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, അത് നമ്മള് മോനെ കൊണ്ട് പോയതാ മെയിനായിട്ട്. കുഞ്ഞിനെ കൊണ്ട് പോയതായിരുന്നു. പിന്നെ നമുക്ക് അത് ചെയ്ത് നോക്കാമെന്നുള്ള ഒരു മൈൻഡ് ആയപ്പോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൽ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമില്ല. കേരളത്തിലെ ഫസ്റ്റ് ഈവന്റാ. ഞങ്ങൾ രണ്ടുപേരും മെയിനായിട്ട് മോനെ കൊണ്ട് പോയി. അപ്പൊ അവിടെ ചിലപ്പോൾ വുമൺസ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യാനും പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ എന്താ ചെയ്യുന്നോന്ന് ചോദിച്ചു. ബ്രോ ചെയ്യണോന്നൊക്കെ ഉള്ള ഒരു ഇത് നിന്നിട്ട് ആള് അന്ന് നമുക്ക് എന്തായാലും ഒരു കൈ നോക്കാന്ന് കരുതി. കാരണം അത് ചെറിയൊരു കാര്യമല്ല, ഇങ്ങനെ ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യണം. ഹൈ ഇന്റൻസിറ്റിയാ. നമുക്ക് റോപ്പ്, ബാക്ക് റോപ്പ് ചെയ്യണം, കെറ്റിൽ ബെല്ല് ചെയ്യണം, പിന്നെ ടയർ പുള്ളിങ് ഉണ്ടായിരുന്നു. പിന്നെ അതേ തന്നെ മറ്റേ ആ ടയറെ തന്നെ നമ്മൾ ഹാമർ കൊണ്ട് അടിക്കണം. ഈ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ഭയങ്കര പാടാ. ആദ്യം കോവിഡ് വന്നതിന് ശേഷം ചെറിയ ബ്രീത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല മോട്ടിവേഷനിൽ ചെയ്ത് അടിപൊളിയായിട്ട് അങ്ങനെ ഈവന്റ് കിട്ടിയപ്പോ അപ്പൊ ഒരു കുഴപ്പമില്ല. അതെ അതെ അതെ. പിന്നെ അത്ര ഓഡിയൻസിനെ കിട്ടുന്നില്ല. അങ്ങനെ ഒരിടത്തൊക്കെ അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹാപ്പിയാ. പേര് പറഞ്ഞുകൂടെ കുഞ്ഞ്? ആദിത്യ സംസാരിക്കാന്നൊക്കെ പറഞ്ഞാണ് എന്റെ മൈക്കൊക്കെ മേടിച്ചത്. പക്ഷെ ഒരു മൈക്കാണോ? അല്ലല്ല, മൈക്ക്. അതെ, ഇങ്ങോട്ട് നോക്കിക്കേ. അടുത്ത മത്സരത്തിന് പോയി കപ്പടിക്കത്തില്ലേ? ഉറപ്പല്ലേ? ഉറപ്പ്. താങ്ക് യു. എല്ലാം നമ്മള് ആൾക്ക് എന്താ പറയാ, വൈകുന്നേരം വരുമ്പോ അച്ഛന്റെ ബിസിനസ് നോക്കണം. അതിൽ അച്ഛനെ അമ്മേനെ സഹായിക്കണം. രാവിലെ കഴിഞ്ഞിട്ട് പോയതാ. ലേഡീസിനുണ്ട് ടൈമിങ്, നമ്മൾ രാവിലെ ഉണ്ട്. അപ്പൊ എന്റെ കൂടെ വന്ന് എഴുന്നേറ്റപ്പോഴേ എന്റെ കൂടെ വന്ന് അവരെല്ലാം ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് പോയത്. എന്തായാലും കൺഗ്രാലേഷൻ. അടുത്ത മത്സരത്തിന് ആളെ നല്ല അടിപൊളിയായിട്ട് ഇറക്ക്, അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ട് കൊണ്ടുപോവാ കേട്ടോ. ഓക്കെ, ഞങ്ങൾക്ക് ഈ കാണുന്നതൊക്കെ ഉള്ളൂ.